എടാ മച്ചാമാരെ, നമ്മൾ ഡെസാർട്ടിൽ എത്തിയിട്ടുണ്ടാ മുത്തേ. സീരിയസ്ലി നമുക്ക് കണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് എங்கே പോലാം. എടുത്തിട്ട് റാൻഡ് ട്രിപ്പാണ് കേട്ടോ മുത്തേ. നമ്മൾ അത് തന്നെ റാൻഡ് ട്രിപ്പ്. ഓ ഇതാറാ എടാ, ഇവിടെ നിന്നൊക്കെ പൊളന്നുകൊണ്ടൊന്ന് കയറണ്ടാ. അതേ വണ്ടിയാടാ മുത്തേ. എടാ കുറച്ചങ്ങോട്ട് പോയി നിന്നിട്ടേ ഗൈസ്, കുറച്ച് നിൽക്കേ. ഓഫാക്കാൻ വിട്ടുപോയി. എടാ ഇത് കുറച്ചങ്ങോട്ട് പോയി നിന്നിട്ടൊന്ന് പാർക്കായിട്ട് 5 മിനിറ്റൊന്നും വേണ്ട, അത് ഒരുപാട് സമയം എടുക്കും. ഒരു 2-3 മിനിറ്റിനകത്ത് അങ്ങ് നെക്സ്റ്റ് അങ്ങോട്ട് പോവാം. ഓക്കെ ലോട്ടാ, ഇത് എന്തോന്നാ മുത്ത, ഇത് ലോക്കലാടാ ഇത്. ഓക്കെ സെറ്റ്. ഇവിടെ എടാ ഇത് ഇത് കൊള്ളാല. എന്താടാ ചായച്ച് നോക്കട്ടാ. ഡാ അളിയ, ഓ കൊച്ചിക്കാരെ അളിയ, എന്തെല്ലാം അളിയ, എന്തെല്ലാം മുത്ത. നമ്മുടെ നൻപ ചാറ്റ് ഒന്നുമല്ല, ക്യാപ്റ്റൻ ദ എയിംബോട്ട് ചാറ്റ് വന്നിട്ടുണ്ടല്ലേ. എടാ ഈ ലോട്ട എടാ ഇത് മറ്റേ അവനല്ലടാ, മറ്റേ സ്പൂഞ്ചനാ അല്ല. അയ്യോ സ്പൂഞ്ച് പോവല്ലേ. എടാ സ്പൂഞ്ച് പോവനല്ലടാ, ഇത് മറ്റേ അവനാണ്ടാ മുത്തേ. മറ്റേ കാലം പ്രെഡിക്റ്റ് ചെയ്യണ ലോട്ട അല്ല, അതല്ല എനിക്ക് അറിഞ്ഞുകൊടുത്തത്. മറ്റേ അവനല്ലടാ മുത്തേ, അവൻ്റെ പേരേ മുട്ട കേട്ടോ. സ്പാർട്ടനാ പണ്ണി അല്ല, എന്തൊരു സാധനം അതാണ് മറ്റേ ഒരു മഞ്ഞ സാധനം ലോട്ട. അവൻ്റെ കാര്യം നമുക്ക് അറിഞ്ഞൂടാ. എന്നിട്ട് ഗുസ്തി എന്നാ അടിതാറുടെ കാർട്ട് വളച്ച് കളിക്കണം. അങ്കൈ വേടൻ്റെ സിംസൺ. അത് തന്നെ കളി, അത് തന്നെ സിംസൺ. എടാ മറ്റേ സിംസൺ ലോട്ടയാണ്. പോയി കിടന്ന് പറഞ്ഞവൻ നീ പോയാടാ. ലോട്ട വാങ്ങ് പോയേട്ടാ, സിംസൺ ലോട്ട. നമുക്ക് കാലം പ്രെഡിക്റ്റ് ചെയ്യണ ആളാണ് മുത്തേ, മനസ്സിലായില്ലേ? സീരിയസ്ലി കാരണം നമ്മളൊന്നും കണ്ടിട്ടില്ല, നമ്മൾ ഇതൊന്നും കാണാറില്ല. പ്ലെയർ അബ്ദു എന്നാ ഇവൻ്റെ ബസ്സല്ലേടാ ഇത്. നോക്കട്ടെ, ഇവ എപ്പോഴും ഇതിൻ്റെ ക്യാരവാനിലെ ബസ് എപ്പോഴും എടുത്തുകൊണ്ട് വരും കേട്ടോ. ബസ്സല്ല ക്യാരവാനാണ് കൊണ്ടുവരണേ. കൊള്ളാം, നല്ല വണ്ടിയാണ്. എടാ കടയിൽ കയറണോടാ, ലോട്ടക്കട കയറണോ ചാറ്റ്? എനിക്ക് അങ്ങോട്ട് പോട്ടെ. എന്തെടാ എൻ്റെ ക്യാരക്ടർ ലോട്ടാ, ഒന്ന് സ്പീഡില്ലേ നിനക്ക് നായ? ഇതെന്ത് ലോട്ട് തോന്നുന്നു എൻ്റെ മോനെ, സ്പീഡില്ലാത്തൊരുത്ത എൻ്റെ ക്യാരൻ്റെ ഓടാ. നീ സ്പീഡില്ലടാ അവന് ലോട്ടാക്കി തരുന്ന ഇവിടെ കൂടെ ഇത് വൈറസല്ലേ. അപ്പുറത്തോടെ കയറാം. സിഗ്മ പോയിന്നാ. ആയിക്കോട്ടെ. ഇതാര് ഇവനൊക്കെ ഏത്? എടാ നീല ഉടുപ്പിട്ട എടാ, അവൻ എന്തിനാ കാണിക്കാൻ അവിടെ നിന്നിട്ട് നിൽക്കേ? എണീച്ച് പോണാ? എടാ എന്തിനാ? എടാ മാറാ. എടാ മാറാ. ഇവന് വേവായി. കാലുമേ കാലിരിച്ചണ. എടാ കുനിഞ്ഞിരിക്കണ. എടാ വേദ പ്രാന്ത് പിടിച്ചു വരുത്തനടാ. ഞാൻ അങ്ങോട്ട് കയറിയപ്പോൾ ആദ്യം അങ്ങോട്ട് കിടന്ന്, ഇടത്തോട്ട് കിടന്ന് വലത്തോട്ട് കിടന്ന്. ഇവ എന്തിനു കാണിക്കണ്? എടാ ബുക്ക് എടുക്കാൻ പോയിട്ട് കയ്യിൽ മറ്റേ സാധനം ഇങ്ങനെ കൈ ചുമ്മാ പിടിച്ചോ. എടാ നീ നിനക്ക് വയ്യടാ മുത്തേ. എടാ മാറിക്കാട്ടാ. എടാ പോടാനായി എന്തോന്നിത് മാറട്ടം കാട്ടി. ഇവനൊക്കെ ഏതെന്നാണ് ലോട്ട. എടാ ഇവനെ ചവിട്ടി കളയാത്ത എന്തായാലും അവിടെ നിന്ന് കടവടമയൊക്കെ വേറൊരു ലോട്ട എന്നാണ് ലോട്ട. ഞാൻ അങ്ങോട്ട് കയറി വന്നപ്പോൾ എൻ്റെ മുന്നിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിഞ്ഞ് നടക്കണം. അതൊക്കെ ഏവനടാ വിവരമില്ലാത്തോയി എന്തൊക്കെയാണെന്നാണ്. ഇവിടെ നിന്ന് ഒന്ന് ഓർഡർ ചെയ്യാൻ എനിക്ക് പോയാൽ മൊത്തം വല്ലതും ചോദിച്ചാൽ വേറെ വല്ലതൊക്കെയാണ് കൊണ്ടുവരണം. ചായ ചോദിച്ചാൽ ഞെട്ടിക്കൽ ചായ എന്ന് ഞാൻ ചോദിച്ചാണ്. വേറെ എന്തൊക്കെ ലോട്ടയാണ് കൊണ്ടുവന്നത്. ഇവിടെ നിന്ന് എന്തായാലും ഒന്ന് കഴിക്കാനെന്ന് പോയി, പിന്നെ ഞാൻ നോക്കാം. അവിടുത്തെ ഓഫീസ് കിട്ടും. ഫോട്ടോയൊക്കെ എടുക്കണോ? ഫോട്ടോ വെളിയിൽ പോയിട്ട് തന്നെ എടുക്കാം. ഈ കടേൻ്റെ അകത്ത് കയറി എന്ത് ഉണ്ടാക്കണം? ഇവിടെ നിൽക്കാൻ നമുക്ക് ഇവിടുന്ന് പോവാം. ഇവിടുന്ന് പോവാം. വേണ്ട അടുത്തോ പറഞ്ഞ മാറിക്കട്ട് വേറെ ഇല്ലാത്തമാരാണല്ലാണോ ഇവിടെ ഉള്ളത്? എന്തൊരു സാധനം? അങ്ങോട്ട് പോകണല്ലേ? എന്തൊക്കെയാണെന്നാണ്. ഇങ്ങോട്ട് പോട്ടെ. എന്തിനാ നോ എൻട്രി എന്നാ? പിന്നെ എന്തെങ്കിലും ഒട്ടക്കടാ മുത്തേ നീ അവിടെ കഥ ഉണ്ടാക്കി വെച്ചാണത്. നോ എൻട്രി എന്ന് പറയാനാണെങ്കിൽ ഇന്നൊക്കെങ്കിൽ ഇവിടെ മതിൽ വെച്ചാൽ പോരായിരുന്നു. ഇവനൊക്കെ ബുദ്ധിയില്ലാത്തമാർ തന്നെയല്ല. ഓടാലോട്ടെ അതിൻ്റെ കടയിലെ പാതി എൻ്റെയാണ്. ഈ അല്ല പറയത്തില്ല ഫാമല ഫ്രണ്ടലി. എന്ത് ലോട്ടയില്ല ഒന്നും പറയാൻ പറ്റണല്ലേ. എന്ത് ഒരു ഫ്രണ്ടലില്ല അച്ചാൻ ലോട്ട.
ഞാൻ എടാ ഇത് എന്ത് എടാ ഒന്ന് ഓടണമെന്നാ എൻ്റെ ഫോണിൽ അടുത്ത് ഇനി എറിയണോ ഇത് കൈ വെച്ച് നിരക്കി ഇതെന്ത് ഓടൂല അതിൻ്റെ മോൻ്റെ കാര്യം ലോട്ട ഓടാതെ ലോട്ടേൻ്റെ ഇതൊരു ചാറ്ററാ എന്തരൊക്കെ എഴുതി വച്ചേക്കണം എടാ അടുത്ത് എന്തിനാ വചനം എഴുതി വെച്ചിട്ടുണ്ടേ മുത്ത ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിഞ്ഞൂടാ അവൻ്റെ ലോട്ട എനിക്ക് നോക്കട്ടെ മുത്ത ചാപ്റ്റർ കാണാനേ പറ്റല്ല ദ ന്യൂ ചാപ്റ്റർ എടാ മുത്തേ പുതിയ അധ്യായം മുത്തേ ചാപ്റ്റർ 3 മറ്റേ ബാഹുബലിയിലെ KGF ചാപ്റ്റർ 3 പോലില്ലേ മുത്തേ അതേപോലെ ന്യൂ ചാപ്റ്റർ മനസ്സിലായില്ലേ പുതിയ അധ്യായമാണ് കേട്ടോ പഴയ അധ്യായത്തിനോട് ഇനി പോകാൻ പറ ചാപ്റ്റർ ദ ന്യൂ ചാപ്റ്റർ മുത്തേ പച്ച ബസ്സിൻ്റെ പുതിയ ചാപ്റ്റർ കേട്ടല്ലേ മനസ്സിലായല്ല ഇനി മനസ്സിലായല്ലെന്നൊന്നും പറയില്ല കേട്ടോ എന്തിനാണ് നോക്കാണിങ്ങനെ എടാ നാട് റോട്ടി വന്നിട്ട് എടാ നട റോഡല്ല ഈ ഇതെന്തിരി സാധനം അന്തരി അന്തരി സാധനം എടാ ഒരുത്തൻ കുറച്ച് നേരം ഞാൻ ഇപ്പോൾ നോക്കിയാൽ ഒരുത്തൻ മറ്റേ മൂട് എടുത്ത് തറയിൽ ചൂടുള്ള തറയിൽ ഉരച്ചുകൊണ്ട് അങ്ങോട്ട് പോയി എൻ്റെ അപ്രതീക്ഷയായി പോയി ആറാമൈ നിനക്ക് ഏതടാ അവൻ മൂടെടുത്ത് എടാ നിൻ്റെ എല്ലാം കൂടെ പൊള്ളിപ്പോവും കേട്ടാ നിനക്ക് പിന്നെ പെണ്ണ് കിട്ടിച്ചും കാര്യമില്ല നീക്ക് എടാ ഇവൻ്റെ എല്ലാം പോടാ നീയൊക്കെ നിൻ്റെ എന്തൊരു സാധനം പ്ലെയർ അബ്ദു ആണ്ട് സിംഗ് എടാ എന്ന് ഇത് പിന്നെ എടാ ഇവിടെ നിന്ന് പോകണം ഒരു പിക്ക് എടുത്താലാ പിക്ക് പിന്നെ വേണം എടുക്കാം ഇല്ലല്ലോ എടുക്കാം എന്തെങ്കിലും വന്ന സ്ഥിതിക്ക് എടുക്കാൻ നോക്കാം ചാറ്റ് നോക്കാം എന്നാ അവിടെ എല്ലാം കൂടെ അങ്ങനെ എടാ ഞാൻ അത് നോക്കാം പിന്നെ ഇവിടെ എല്ലാം കൂടെ ചെയ്യാം മനസ്സിലായില്ലേ എടാ ഞാൻ എന്തൊരു ചിറ്റി റോബോട്ട് 105-ആമനാ ഇതെന്തൊരു ഗൈസ് എല്ലാം കൂടെ ഞാൻ അങ്ങനെ ഒരു സമയത്ത് നോക്കണേ എടാ പറ്റണം ഇടയ്ക്കൊക്കെ നോക്കാം എടാ നീ എന്നോട് എന്തിനാ അവിടെ ചാറ്റ് ഇടണം ഇവിടെ എനിക്ക് ഫോട്ടോ എടുക്കണം നീ ഒന്നും ഇടാതിരി ഞാൻ പിക്ക് എടുക്കട്ട് അതെ സെറ്റ് ഞാൻ ലൈവാണിപ്പോൾ എൻ്റെ ആയിപ്പോയിന്നാ സോറി എന്നാ ആരെടുത്ത് പറയണം എനിക്ക് എന്തായാലും ഞാൻ പോട്ട് അവിടെ നവാബിൻ്റെ വണ്ടിയാണല്ലോ ഇത് കൊള്ളാലോ പച്ച എടാ ഞാൻ അവിടെ നിന്ന് പോകണം ഇവിടെ നിന്ന് എടാ ഇതാണ് കണ്ടോ ഒരിടത്ത് നിന്നാൽ പിന്നെ അവിടെ ആയിപ്പോ ഓടല്ലോ ഞാൻ പറയണില്ല എടുത്ത് ആര് മാറും ഓട്ടറാ ഞാൻ കട്ട് എടാ പൈസ എടുക്കാം എടാ അയ്യോ എടാ മുത്ത ഇത് എത്ര രൂപ നിൽക്കേ ഇത് എന്ത് വണ്ടി ഇങ്ങനെ നിൻ്റെ 3 ഓടാ നിൻ്റെ 3-ൻ്റെ ഓ നീ എടാ മുത്ത എണ്ണിട്ട് 1 2 1 2 ഒറ്റ 10 100 1000 10000 ലക്ഷം ഒറ്റ 10 100 1000 10000 ലക്ഷം എടാ ഞാൻ ഇത് എടുത്തിട്ട് എടാ ഞാൻ എത്ര നാളായി പൈസ ഒന്നും ഇതിൻ്റെ അകത്ത് എടുത്തിട്ട് 4 ലക്ഷം രൂപയെ കളിയാക്കണ കിട്ടിയാ പൈസ അതാ പോയാ എന്തോടെ അറിഞ്ഞൂടാ എടാ എന്തായാലും 47 മില്യൺ ഇരിപ്പുണ്ട് കയ്യിൽ കുഴപ്പമില്ല ഞാൻ പിന്നെ എന്തായാലും പോവാണ് ഇവിടെ നിന്ന് എടുത്തിട്ട് കുറയാണെന്ന് ചോദിച്ചു വന്നപ്പോൾ 4 ലക്ഷം രൂപ എന്താടാ അതിലൊട്ടാ മുത്തേ അപ്പോൾ 4 ലക്ഷം ഇടാക്കാനാണ് വന്നത് എടാ ഞാൻ ചാറ്റ് നോക്കട്ടെ എടാ നിങ്ങൾ നിൽക്കി ഞാൻ ചാറ്റ് നോക്കിയിട്ട് പോവാം വണ്ടി പിന്നെ ഡ്രൈവ് ആക്കുമ്പോൾ എനിക്ക് ഇടയിൽ നോക്കത്തില്ല മനസ്സിലായില്ലേ വണ്ടി ഡ്രൈവൊക്കെ നോക്കിക്കൂടാ എടാ എന്താടാ മാറ്റി നെക്സ്റ്റ് ചാപ്റ്ററേ ഓക്കെ എടാ ആരും കൊണ്ട് തട്ടല്ലേ ഞാൻ ചാറ്റ് വെക്കാൻ പോവാണ് എടാ തട്ടല്ലേ ബോബിൻ്റെ 3-ാം അധ്യായമാണായിരുന്നു അത് അല്ല 3 ചാപ്റ്റർ എന്നായിരുന്നു ഓക്കെ എടാ അതൊക്കെ വിട് പിന്നെ കാര്യം നമുക്ക് സമ്മതിക്കില്ല എന്നെ പാസ് എഴുത്തില്ല ഓ അതെ ഓക്കെ അളിയാ ഞാൻ 15 വീട്ടിൽ പോകുന്ന ക്യാപ്റ്റൻ ഓക്കെ എടാ നിങ്ങളായിട്ട് മാറ്റിയിട കേട്ടാ പിന്നെ പോകാനുള്ളതാണ് എയിംബോട്ട് വീട്ടിൽ വരണം ഓക്കെ ഞാൻ ലൈവ് ഇപ്പോൾ എൻ്റെ പോയി ലൈവ് ആയിരുന്നു 2 അവർ ആയപ്പോൾ എൻ്റെ ആയിപ്പോയി നീ ഇപ്പോൾ ലൈവൊക്കെ ഡെയിലി ഇടാറുണ്ടോ മച്ചി ഡബിൾ നല്ലായിരുന്നു എടാ ഞങ്ങോട്ട് പോട്ട് എടാ എന്താ ഓക്കെ എടാ ഡ്രൈവിങ്ങിൻ്റെ ഇടയിൽ ശ്രദ്ധ ഇരിക്കാൻ പാടില്ല മനസ്സിലായില്ലേ പിന്നെ എന്തിനാണ് ലൈസൻസ് കൈ തന്നെ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കാനാണ് ഡ്രൈവിങ്ങിൻ്റെ ഇടയിൽ ശ്രദ്ധ ഇരിക്കാൻ പാടില്ല ഫോൺ നോക്കാൻ പാടില്ല ലൊട്ടടിക്കാൻ പാടില്ല മനസ്സിലായില്ലേ ഇതെല്ലാം അങ്ങനെ ശ്രദ്ധ ഇരിക്കാൻ പറ്റില്ല വണ്ടിയിൽ എഞ്ചി അടിച്ചു പിന്നെ സീന മൊത്തത്തിൽ പറയേണ്ട കാര്യമില്ലല്ലേ ലൊട്ട അടിക്കും എടാ മലയുടെ മുകളിൽ ചെന്ന് കയറിയാലേ ചുമ്മാ എന്തിനാണ് ഇപ്പോഴും എൻ്റെ മുകളിൽ ചെന്ന് കയറുന്നത് അവിടെ നിധിയിരിക്കണം മോനെ അവിടെ എടാ ഞാൻ വിചാരിച്ചൊരു നിരന്ന ഇതായിരിക്കും മനസ്സിലായില്ലടാ നമ്മൾ മറ്റേ ഇറക്കം കയറൂല അതേപോലെ ആയിരിക്കും വിചാരിച്ചു അവിടെ അവൻ്റെ അപ്പൻ്റെ കല്ല് കൊണ്ട് വെച്ചേക്കണം എന്ന് പറയാൻ പറ്റൂല ലോട്ട ഫ്രണ്ടിലി അവിടെ ദൂരെ നോക്കുമ്പോൾ അവിടെ കൂടെ കയറായതുകൊണ്ടെന്ന് കാണിച്ചോടാ നമ്മൾ അടുത്ത് പോകുമ്പോൾ അവനെ മറ്റേടത്തെ കല്ലവിടെ വെച്ച് എടുത്ത് എന്തൊക്കെ പരിപാടി എടാ പോടാ നിൻ്റെ കല്ലെടുത്ത് നിൻ്റെ വേറെ എവിടെയും പോയി തോന്നി നിൻ്റെ ലോട്ട എടാ ലാഗേ
എടാ ട്രെയിനല്ലേ? എടാ നീ എവിടെ പോണ്? എടാ ഓടാ നിൻ്റെ മരത്തിൻ്റെ ഓടാ നീ മരമേ വരട്ടെ അതിൻ്റെ മോനെ. ഓ ഫ്രണ്ടലി പാമല ഫ്രണ്ടലി ലോട്ട. ഈ ട്രാക്കിൻ്റെ ഒക്കെ കാര്യം. എടാ ബസ് എടാ ഞാൻ വെച്ച് ബസ് എടാ ഞാൻ പോവുമല്ലായിരുന്ന ബോംബെ ഞാൻ പോട്ട് ബോംബെ ഞാൻ ട്രെയിനിൻ്റെ പിന്നാലെ പോട്ട് ബോംബെ. എടാ പാളത്തിക്കറുത്ത് എടാ മുത്തേ നമ്മൾ ട്രെയിനിൻ്റെ അകത്തോടെ ചാടി കയറി കേട്ടാ. എടാ ഞാൻ ബോഗി ഇളകി പോണടാ. യോമാര് പിന്നാലെ മറ്റേ കുഴിയും എടാ ബുദ്ധിയില്ലാത്തവനെ നീ എന്തിനു കാണിക്കണ്? പോട്ടെ എടാ ചുമ്മാല ബോഗി അനങ്ങി നിങ്ങൾ കണ്ടായിരുന്നു ചെറുതായിട്ട്. നമ്മളെ ബോബിൻ ചാപ്റ്റർ ബേഗി കൂടെ കൊണ്ട് കയറ്റിയപ്പോഴേ പാളം ഒന്നിതായിരുന്നു. എടാ നമ്മൾ CPM ടൂലി ഇതുവരെ പോണ് പാളത്തിൽ കേട്ടിട്ടില്ല അല്ലേ വണ്ടി? ഇതുവരെ കേട്ടിട്ടില്ല. ഇതിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ തടഞ്ഞു നിർത്താൻ പോയി. എടാ ഇതിൻ്റെ അകത്ത് മൊത്തം പൊള്ളയടാ. ഇതിൻ്റെ അകത്തൊരു ലൊട്ടയില്ല. പിന്നെ എന്തുണ്ടാക്കാൻ നീ അങ്ങോട്ട് പോകണത് ഇടയ്ക്കിടയ്ക്ക് നിൻ്റെ ആരെങ്കിലും അവിടെ ഇരിക്കാനാടാ. ഇത് എന്ത് ഫ്രണ്ടലീൻ്റെ കാര്യം? ഇതെന്ത് ഞാൻ നിശബ്ദമായിട്ട് ലൈവ് ചെയ്യാന്ന് വിചാരിക്കും കേട്ടാ മുത്തേ. സീരിയസ്ലി എനിക്കൊന്നും പറയാൻ പറ്റില്ല. എന്തൊക്കെ കാര്യം എന്നാണ് നമ്മൾ ഫ്രണ്ടലീൻ്റെ ലൊട്ട. നിൽക്കേ എടാ നിങ്ങൾ സിനിമയിലെ കാണിച്ചില്ലേ വണ്ടി ഇങ്ങനെ പാളത്തിൽ കൊണ്ട് എടാ എന്തൊരു കാണിക്കണടാ. ഞാൻ വണ്ടി തിരിച്ച് നിർത്തി തിരിച്ച് മാസമായിട്ട് ഇറങ്ങി നിന്ന് ഇവിടെ മറ്റേ ട്രെയിൻ വരുമ്പോൾ എൻ്റെ ഫ്രണ്ട് ഇറങ്ങി നിൽക്കാന്ന് പ്ലാനൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ നീ അതിൻ്റെ എവിടെ നിന്ന് വരണ്ടാ മുത്ത? ഇത് എന്തൊരു കാണിക്കണം? നീ എന്നെ ഇടിക്കാൻ നിൽക്കണം, വണ്ടിയിൽ ഇടിക്കാൻ നിൽക്കണം. എന്ത് പരിപാടി എന്നാണ് എല്ലാം കൂടെ. ഫ്രണ്ടിൽ പോയിട്ട് വളച്ചിങ് എടുക്കട്ടെ. എടാ വണ്ടി ഫുൾ അഴുക്കായപ്പോടാ അതിലോട്ടാ. ഇതൊത്തിരി എടാ മറ്റേ സിനിമ എടാ ധനുഷിൻ്റെ സിനിമ ഇങ്ങനെയല്ലേ? ധനുഷിൻ്റെ സിനിമയിൽ വണ്ടി ഇങ്ങനെ നിർത്തിയിട്ട് വളച്ചിങ് എടുക്കും. ഇത് എന്തെന്നാണ് വളക്കി. എടാ ഇതിൻ്റെ കൺട്രോൾ പോകണ്ട. അതിൻ്റെയൊക്കെ സ്പീഡിലാണെങ്കിൽ ലോട്ടോ ട്രെയിൻ വരണം. എടാ മുന്നിൽ മാറാം. ഞാൻ സിനിമ റീക്രിയേറ്റ് ചെയ്യട്ടാ. സിനിമ സീൻ മാറാ ഇല്ലാണോ? ഓക്കെ ഓക്കെ എടാ വാടാ ലൊട്ടേ ട്രെയിനെ. നമ്മൾ സിനിമയെ കണ്ടിട്ടുണ്ട് കേട്ടാ. നമ്മൾ സിനിമയെ കണ്ടിട്ടുണ്ടേ ലൊട്ടേ സിനിമ അല്ല ട്രെയിനെ. എടാ മുത്ത ഇതാണ് ജഗമേ തെന്തിരം 3ാം പാർട്ട്. മനസ്സിലായില്ലേ? 4 ലാഖ് എങ്ങനെ കിട്ടി പറയാന്നാ? എടാ കട വാങ്ങണം. ഓണർഷിപ്പ് കട 4 ലാഖ് മറ്റേ നേരത്തെ കിട്ടിയ പൈസ അല്ലേ? എടാ എവിടെ കയറണ്ട ക്യാരക്ടറിന് എന്തിൻ്റെ കുഴപ്പം? എടാ നിനക്ക് ഡ്രൈവ് ചെയ്യണ സീറ്റിൽ കയറണം. നീ എന്തൊരു ഇവിടെ നീ നിൻ്റെ ഒരൊറ്ററിൻ്റെ എടാ വണ്ടി മൊത്തം ഇതായടാ. എല്ലാം അടിച്ചേട്ടാ. പറയാണ്ടിരിക്കാൻ പോയേട്ടാ. വണ്ടി ഫുള്ള് ഒരുമാതിരി എന്ത് കഷ്ടമാണ് ഒക്കെ. എടാ പക്ഷെ ബാക്കിയുള്ള വണ്ടിയിൽ വെച്ചോ ഇത് കൂടെ ഓക്കെ ആണെന്ന് തോന്നുന്നു കേട്ടാ. എഞ്ചിൻ ഇതുവരെ സീനായില്ല. ഉള്ള കാര്യം പറഞ്ഞു. എടാ ചാടിക്കാം. എവിടാന്നിത്? എടാ വളഞ്ഞ് പോകണ്ട. ഇത് എന്തേ നടക്കണതടാ മുത്ത്. ഞാൻ നേരെ പോയിട്ട് ഒരു ചാടിക്കാന്ന് വിചാരിച്ചു കണ്ട. ഇത്തിരി പൊക്കത്തിന് ചാടിക്കാന്ന് വിചാരിച്ച് വന്നേണ്. അവൻ്റെ ലോട്ട വളന്ന് വളഞ്ഞു പോയി ലോട്ട അടിക്കാനിട്ട്. എന്തടാ മുത്തേ വണ്ടി നിനക്ക് വയ്യേ? നിനക്ക് ബുദ്ധിയില്ലേ? നിൻ്റെ ബുദ്ധിയെല്ലാം എവിടെ പോയി കിടക്കണ്? ഒളിഞ്ഞു പോയാൽ നിൻ്റെ ബുദ്ധിയെല്ലാം കൂടെ. എന്താ നിനക്ക് വയ്യേ? എടാ ട്രെയിൻ നിനക്ക് സ്പീഡൊന്നും ഇല്ലടാ. നീ എന്തൊരു ട്രെയിൻ? നീ എവിടുത്തെ ട്രെയിൻ? നീ ജപ്പാൻ ട്രെയിനാ കേരളത്തിലെ ട്രെയിനാടാ? പറടാ. നീ കൊച്ചി ട്രെയിനാ? ഇവിടെ ഞാൻ പോയി. അവൻ്റെ വേൾഡൻറ്റിൻ്റെ വേൾഡൻറ്റ്. എടാ നിങ്ങൾക്കെങ്കിലും പറഞ്ഞു വരുന്ന അവിടെ ഒരു കുഴി ഉണ്ടായിരുന്നെന്ന്. ഞാൻ ചാടിച്ച മിസ്റ്റേക്ക് പറ്റിപ്പോയി. മിസ്റ്റേക്കായിപ്പോയി കേട്ടാ. മിസ്റ്റേക്കേ ഇതാ മുത്തേ. നിങ്ങൾ പറഞ്ഞില്ല എൻ്റെ അടുത്ത്. നമ്മൾ ഫസ്റ്റ് ഇവിടെ വെച്ചാൽ ട്രെയിൻ ഇതാക്കാൻ നോക്കിയല്ലേ, പിടിക്കാൻ നോക്കിയേ. എടാ ഇവന് സ്പീഡൊന്നും ഇല്ലടാ. അവൻ ലൊട്ടേടാ. എടാ അവന് സ്പീഡില്ലടാ അവന്. എടാ ലൊട്ടേ സ്പീഡില്ലാത്തവനെ ട്രെയിനെ. എടാ ജപ്പാൻ ട്രെയിനെ നീ കണ്ടിട്ടുണ്ടോടാ? ഷൂ എന്ന് പറഞ്ഞേക്ക് പോ. നീ കണ്ടിട്ടില്ല. ഇത് എന്തൊരു സ്പീഡ് താരി. എടാ ഇത് എന്തൊരു എടാ നിങ്ങൾക്ക് ലൊട്ട. എടാ മുത്തേ ഞാൻ ഇവിടത്തെ എന്താടാ നടക്കണ മുത്തേ? സീരിയസ്ലി
എടാ ട്രെയിനിൻ്റെ പിന്നാലെ പോകണോ? ചുമ്മാ ലൊട്ടയുടെ പിന്നാലെ പോകണം. നമുക്ക് വേറെ പണിയില്ല മുത്ത്. നമ്മളെന്താ ട്രെയിനിൻ്റെ പിന്നാലെ പോയിട്ട് ട്രെയിനിൻ്റെ ബാക്കിൽ ആരിയിരിക്കുകയാണ്? ലൊട്ടെ എന്തൊരു ട്രെയിനിൻ്റെ ബാക്കിൽ നിധി ഇരിക്കണം. ഞാൻ ട്രെയിനിൻ്റെ ബാക്കിൽ എന്ത് ട്രെയിനിൻ്റെ ബാക്കിൽ പി സി ഇരിക്കണം മുത്ത്. ഞാൻ അങ്ങോട്ട് പോയിട്ട് ലോട്ടെ പോടാ ലോട്ടെ എൻ്റെ ട്രെയിനിൻ്റെ ലോട്ട. ഈടെ നമുക്കിതങ്ങ് കുറച്ചിങ്ങോട്ട് പോയി നോക്കിയാലോ? അവിടെ ഇതിൻ്റെ അറ്റം നോക്കിയാലോ പോയിട്ട്? അവിടെ മിക്കവാറും വേൾഡൻ്റെ അടിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ അതിൽ തന്നെ ലൊട്ട പറയല്ലേ കേട്ടാ. പക്ഷെ നമ്മൾ കണ്ട് ഇതിൻ്റെ അറ്റം നോക്കി പോയാലോ നൈസ് പരിപാടി ആയിരിക്കില്ലേ? എനിക്ക് എഞ്ചി ഭാഗത്തിൻ്റെ സീനായില്ലടാ, ഉള്ള കാര്യം പറയല്ല. വേണ്ട, നമ്മളിപ്പോൾ ഇവിടെയാണ് നിൽക്കണം. നമ്മൾ ഇവിടം വരെ ഒന്ന് പോകാൻ നോക്കുവാണ്. ഇവിടം വരെ എത്തുവാണെങ്കിൽ മുത്തേ വലിയ കാര്യമാണ്, പറയാണ്ടിരിക്കാൻ കേട്ടോ മുത്തേ. ആ സീരിയസ്ലി അവിടം വരെ എത്തുവാണെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര വലിയ കാര്യമായിരിക്കും. സീരിയസ്ലി മുത്തേ. കാരണം വെച്ചാൽ വേൾഡൻ്റെ അടിക്കാൻ അങ്ങ് എത്തുവാണെങ്കിൽ എനിക്ക് ഡബിൾ ആയിരിക്കും. എടാ ഞാൻ അങ്ങോട്ട് പോട്ട് നേരെ പോയാൽ പോരെ. ലീസ് ഗോ ബ്രോ. എടാ വേൾഡൻ്റെ അടിക്കടാ നോക്കിയോ. എടാ അപ്പോൾ അറിഞ്ഞില്ലേടാ അവൻ്റെ. എടാ അയ്യോ ലോട്ടാ. എടാ ഇതെന്ത് ഗെയിം പരിപാടി ഇടാ മുത്തേ. എടാ നീ പോടാ നിൻ്റെ ലോട്ട. ഇതാറാ എൻ്റെ ഫ്രണ്ട് എനിക്ക് ബോണറ്റ് ബോണറ്റ് തുറന്നു വെച്ചാണ്. എടാ നമുക്ക് ഈ കുറ്റിക്കാടല്ല അങ്ങനെയല്ല, ഇങ്ങോട്ട് മാറി നിന്നാലെന്നാണ് ഉദ്ദേശിച്ചത്, മനസ്സിലായില്ലേ? ഇവിടെ വെച്ച് തോറിൻ്റെ ഹാമറുള്ള സ്ഥലത്തൊന്ന് പോകണമെന്നുണ്ടോ? പക്ഷേ ആ സ്ഥലം എനിക്ക് അറിഞ്ഞു. അതാണ് ഞാൻ യൂട്യൂബിൽ നോക്കാറില്ല, അതുകൊണ്ടാണ് എനിക്ക് സീരിയസ്ലി പറയാല്ല. എടാ ഇവൻ ആറാ മുത്തേ. എടാ എന്തിലോട്ട കാണിക്കണെല്ലാം കൂടെ. എടാ ഗൈസ് വണ്ടി കൊണ്ട് ഇടിക്കല് മുത്തേ. വണ്ടി കൊണ്ടിടിച്ചാൽ കിക്ക് പണ്ണേണ്ടി വരും മുത്തേ സീരിയസ്ലി. അതിന് കുഴപ്പമില്ല, അങ്ങോട്ട് മാറിയില്ല. എടാ ഈ സ്ഥലം കൊള്ളാല. എടാ മുത്തേ ഈ സ്ഥലം കൊള്ളാല. ഓടാ മൈക്കുന്നില്ല, ഓടാ മൈക്കേ പന്ന. എടാ മുത്തേ ഈ സ്ഥലം കൊള്ളാല. ഇത് മറ്റേ കാത്തിരിപ്പ് കേന്ദ്രം. ഇതെന്താ അയ്യോ എൻ്റെ മലയാളം മറ്റേ സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലത്ത് വേറെ വിട്ടോയി. അയ്യോ ആവശ്യമില്ല. എന്തിരെ ബസ് സ്റ്റാൻഡ് മുത്തേ കാത്തിരിപ്പ് കേന്ദ്രം. എടാ എടാ എന്തിനാ ജയിച്ചു നോക്കട്ടെ. എടാ മെട്രോ ലിങ്ക് വെസ്റ്റ് ഒന്ന് തരുന്ന്. അന്ത് വെസ്റ്റിലുള്ളവർക്ക് കയറാൻ പറ്റുമോ? അമ്മ കയറിക്കൂടെ? അങ്ങനെ ഉണ്ടാ? എന്തൊരു കാണിക്കണേ? എടാ ഈ തുറന്നു വെച്ചേക്കണം, കയറിയാലാ? എടാ കയറണോ? കയറടാ എടാ തള്ളല് ഇതാ. എടാ ആര് എടാ മുത്തേ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ്സിൽ കയറിയിട്ടുണ്ടേ മുത്തേ. ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞാൻ ബസ്സിൽ കയറിയിട്ടുണ്ടേ. എങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ നമുക്കൊരു പൊടിയില്ല. നമ്മൾ ജസ്റ്റ് കയറി ഇരിപ്പുണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ മനസ്സിലായില്ല? നമുക്കൊരു പൊടിയില്ല, മനസ്സിലായില്ലേ? ഇതൊത്തിരി അടയ്ക്കൂലേ ഡോറൊന്നും. എടാ ഞാൻ സീറ്റ് നോക്കട്ടെ. ഓ അത് നൈസായിരുന്നു കണ്ടോ. എന്ത് ലൈവ്. എടാ 22 മിനിറ്റ് ആളെ എവിടെ എന്ത് ലോട്ട നിൻ്റെ ഓടാ നിൻ്റെ ലോട്ടെ. എടാ എന്തിനാ വിളിച്ചാണ് ചെന്നിക്കുട്ടിന്നാ? എന്തിരി ഓടാ എന്തിരി ബോംബാട്ടിന്നാ? എന്തിനാട്ടിന്ന്? എടാ വായിക്കാൻ എടാ മണ്ണ് പൊടി കാരണം വായിക്കാൻ പറ്റാത്ത കേട്ടാ മുത്തേ. അതല്ല നമ്മൾ ഇതാക്കണം. നിങ്ങൾ ഇത് പറയല്ലേ ലോട്ട. ബോംബ് എന്തിനാ ബോംബിട്ടീന്നാ? എടാ നമ്മൾ മമ്മൂട്ടിന്നാ കേട്ടിട്ടുണ്ട്. ഇതെന്തിനാ ബോംബുട്ടി? എടാ ഇത് മൊത്തത്തിൽ നമ്മളെ കൺഫ്യൂഷൻ ആക്കാനായിട്ട് ഓരോ പേരും. എടാ നിങ്ങൾക്ക് ഇത് മര്യാദയ്ക്ക് വല്ല പേരായിട്ട് കൂടെ. നമുക്ക് വല്ല ശശിന്നാ വല്ല രഘുന്നാ വല്ല ശ്യാമളൻ എന്നാ അല്ല എന്തെങ്കിലും അവരാതിന്നെങ്കിലും ഇട്ട് വെച്ചുകൂടെ? നീയൊക്കെ എന്തിനാണ് മുന്തിരി ബോംബ് കൂട്ടിന്നാ ഇറങ്ങിയിട്ട് വായിച്ചോട്ടെ. ബോംബാട്ടി. എടാ മുത്തേ ബോംബാട്ടി എന്നൊക്കെയാണ് ഇട്ട് വെച്ചാണ് മുത്തേ. എടാ ബോംബാട്ടി എന്നല്ല ബോംബൂട്ടി. എടാ എന്താരാണെന്നാണ് മുത്തേ. നാളൊരു സ്കുണ്ടി വന്ന് ഇപ്പോൾ ഒരു ബോംബൂട്ടി. എടാ ഞാൻ വെച്ച് ബോംബെയിൽ നിന്നാണെന്നാണ് കേട്ടാ. ബോംബാട്ടി എന്നായിരുന്നല്ലേ? അല്ല എടാ എന്താ ലൊട്ട എൻ്റെ ബോംബൊട്ടീൻ്റെ ഫ്രണ്ടിലി ഫാമിലിയാ ഫ്രണ്ടലി. ചെറുക്ക സ്നേഹമുള്ളവൻ തന്നെയാ. ഇവിടെ മുത്തേ സ്നേഹമുള്ളവനെ തോറിൻ്റെ ഹാമറുള്ള ഇടത്ത് തന്നെ എത്തിച്ച്. എടാ മുത്തേ അവൻ സ്നേഹനിധിയായിട്ടുള്ള മനുഷ്യനാണ് കേട്ടോ മുത്തേ. സ്ഥലം നോക്കി വെച്ചോട്ടെ ഏട്ടാ. എടാ ദാണ്ട് ഇവിടെ ഈ ഒരു സാധനം ഉണ്ടല്ലേ മുത്തേ. ഇതെന്തിനാണെന്ന് അറിയാമോ? എനിക്ക് അറിഞ്ഞുകൂടാ. മറ്റേ റോഡിൻ്റെ വര അങ്ങനെയാണ് കേട്ടോ മുത്തേ. അതിൻ്റെ നേരെയുള്ളൊരു സ്ഥലമാണ്. നേരെ പോയാൽ ഇവിടെ എത്താൻ പറ്റും, മനസ്സിലായടാ? എടാ മുത്തേ താങ്ക് യു കേട്ടാ മുത്തേ. നിൻ്റെ പേര് നോക്കാൻ വിട്ടു. ഈ നോക്കട്ട് ബോംബെ. എടാ ഇവിടെ ബോംബെ പിന്നെ അവിടെ
എടാ ഗൈസ് എടാ ഇത് എന്നല്ല ഒട്ട പറയല്ലേ മുത്തേ കണ്ട ഇത് ബോംബെ ഓക്കെ എടാ ബോംബെ മച്ചി സീരിയസിൽ മുത്തേ എന്തിന് പറയണെന്നാ അല്ല അയ്യോ സോറി മുത്തേ സോറി മൈ ബാഡ് മുത്തേ വായിച്ചു തരിപ്പോയി മൈ ബാഡ് പക്ഷേ ഇവിടെ കണ്ട മുത്തേ ബോംബിട്ടി അതാണ് എനിക്ക് മനസ്സിലാകാത്ത മുത്തേ ആ നോക്കാം ഇവിടെ അയച്ചോട്ട് എടാ മുത്തേ ഇവിടെ എടാ ഇതിൽ വചനം ഉണ്ടായിരുന്നോ ഞാൻ വായിച്ചു കേട്ടാ മറന്നു കേട്ടാ മുത്തേ വായിക്കാൻ മറന്നേ എന്താടാ ബൊറോ ഈസ് എന്തിരുന്ന് ബ്രോ എടാ എല്ലാ ബസ്സിലും വചനമുണ്ട് കേട്ടാ മുത്തേ ഇവരല്ലേ എവിടെ ഓക്കെ ബ്രോ ജസ്റ്റ് ആൻഡ് മണി ബിക്കോസ് ലവ് ഈസ് ബിയൂന്നാ ബട്ട് മണി ഈസ് പവർ ഫൂന്നാ എടാ അതെനിക്ക് മനസ്സിലാവണില്ല ഇതെന്തോന്ന് ഇത് ബ്രോ ജസ്റ്റ് എടാ തിരക്കണെന്നാണ് എടാ ബ്രോ ജസ്റ്റ് ആൻഡ് മണി എന്നാ ബിക്കോസ് ലവ് ഈസ് ബ്യൂന്ന് ലവ് ഈസ് ബ്യൂ ബട്ട് മണി ഈസ് പവർ ഫൂ ഒന്നോ എൻ്റെ ഫാമിലി ഫ്രണ്ടലി എനിക്ക് ശക്തി പകരൂ എൻ്റെ ഫാമിലി ഫ്രണ്ടലി വാസു ഓ അത് കറക്റ്റ് ആയിട്ടുണ്ട് എടാ ഇനി വല്ല അവിടെ ഞാൻ വായിച്ചുള്ള തെറ്റാണ് അവിടെ ഇപ്പോൾ ഇതാണ്ട് ഇതിൽ വാസുവിൽ വിയും എയും ചോപ്പായിരുന്നു അവിടെ നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റും എടാ എൻ്റെ എടാ കേട്ടടാ എൻ്റെ ഇങ്ങോട്ട് വായിക്കാൻ സമ്മതിക്കൂല എൻ്റെ ഫാമിലി ഫ്രണ്ടലി എനിക്ക് ശക്തി തരൂ ഫാമിലി ഫ്രണ്ടലി അല്ല എഴുതിച്ചാണ് അങ്ങനെ കേട്ടോ അങ്ങനെ എഴുതിച്ചാണ് പവർ ഫൂന്ന് എടാ മുത്തേ പവർ ഹൗസ് കേട്ടാ പവർ ഫൂ എടാ ഒരു ഫോട്ടോ എടുക്കാം എൻ്റെ ലൊട്ടാടാ ഓടാടോണേ നീ തൊറിൻ്റെ ഹേമർ മുത്തേ തൊറിൻ്റെ ഹേമർ മുത്തേ ഹാമർ എടാ ഹാമറാണ് കേട്ടോ ഹാമർ മനസ്സിലായില്ലേ ചുറ്റിക തോറിൻ്റെ അവൻ്റെ മിന്നലൊക്കെ പറഞ്ഞ സാധനമല്ലേ മുത്തേ സിനിമയിലൊക്കെ കാണിക്കുന്ന ആ സാധനം ഒലാസ് ഇത് എവിടെ നിന്ന് എടുത്തോളന്നാണ് ഒലാസിന് കോപ്പി റൈറ്റ് ഒന്നും കിട്ടൂലെന്ന് തോറ് കണ്ടില്ലേ ഇനി മുത്തേ തോറിൻ്റെ ചുറ്റിയാൽ നീ ഛർദ്ദിച്ചിട്ടാ മുത്തേ തോറിൻ്റെ അതിൽ കൂടെ ഇറത്തൊന്നിൻ്റെ അണ്ണാക്കി കൂടെ കയറി പലതിലും ഇറത്തടിക്കും കേട്ടാ പിന്നെ ഒന്നും രക്ഷിക്കാൻ പറ്റില്ല മുത്തേ എല്ലാം കൂടെ കരിയും കേട്ടാ നിൻ്റെ ഇതെന്തിരി ഇതൊക്കെ എടാ ബോംബെ ബസ് പോയടാ മുത്തേ ബോംബെ ബസ് നൈസായിരുന്നു എടാ ചെറുക്കൻ നമ്മൾ ആഗ്രഹിച്ച സ്ഥലത്ത് കൊണ്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നു മനസ്സിലായില്ലേ ഞാൻ അവരുടെ ഒന്നും പറഞ്ഞോളൂ ജസ്റ്റ് ഒന്ന് കയറിയുള്ളൂ ഓ ആംഗ്രി ബേഡായി എടാ മുത്തേ ആംഗ്രി ബേഡ് നീ കയറട്ടെ എടാ ആംഗ്രി ബേഡ് വാതിൽ തുറന്നിട്ടിട്ടുണ്ട് മുത്തേ അപ്പോൾ നമുക്കൊന്ന് കയറാൻ വേണ്ടിയിട്ട് ഇത് ഇതാക്കിയിട്ടേക്കണം അപ്പോൾ നമ്മൾ കയറാം ചെറുക്കൻ ഇനി എങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചാൽ മുത്തേ സീരിയസ്ലി ഐ ഡോണ്ട് നോ മനസ്സിലായില്ലേ സീരിയസ്ലി നമുക്ക് പുരിയാത് എന്തായാലും കടയിൽ കൊണ്ടുപോട്ടെ എനിക്ക് ചില പെന്നി വയസ്സിൽ ലൊട്ട ഉണ്ടല്ലോ അയ്യോ അങ്ങനെ ലൊട്ടയല്ല നമ്മൾ സംസാരിക്കാൻ പറയണം പെന്നി വയസ്സ് സിനിമ കണ്ടിട്ടില്ല ചില ക്ലൗൺ അല്ലേ അങ്ങേരെ സ്ഥലത്തോട്ടൊന്നും പോകണമെന്നുണ്ട് അല്ല പിന്നെ എന്തെങ്കിലും ആയാലും കുഴപ്പമില്ല അത് തന്നെ മനസ്സിലായില്ലേ എടാ പെന്നി വയസ്സ് നൈസാണ് നമ്മൾ കണ്ടിട്ടില്ല അവിടെ ഒന്നും മനസ്സിലായില്ലേ നമുക്ക് സമയമില്ല അനിമയെ കാണാൻ സമയമില്ല അപ്പോഴാണ് ഞാൻ ഇനി പോയിട്ട് സിനിമ കാണണം ആംഗ്രി ബേഡ്സ് എടാ ആംഗ്രി ബേഡ്സ് കണ്ട തമ്പുരാൻസ് ബസ് ഗ്യാങ്ങിൽ വരുന്ന ആരേലും എൻ്റെ എന്നാ ഓ അതാ ഇവിടെ ചാറ്റിൽ അങ്ങാട്ടിങ്ങാട്ടുള്ള വർത്തമാനങ്ങൾ ഹായ് ബ്രോ എന്നാ ഹായ് ഇടാ ഹായ് ആയിക്കോട്ടെ ഓ ഇതെന്തോരി എടാ റിയൽ ഒരു ബസ് ഇരുന്ന് പോണ ഒരു ഫീൽ കിട്ടണം കേട്ടാ ചേരെ ഉള്ള കാര്യം പറയല്ല ഷേ ഉള്ളല്ലേ അതൊരു സാധനം അല്ല വേറെന്തല്ലോട്ട അവിടെ എങ്ങാട്ട് പോണെങ്കിൽ അവിടെ ഞാൻ നോക്കട്ടെ ഇതൊന്ന് മാറ്റിക്കോട്ടെ എടാ എവിടെ എത്ര നേരമായി എടാ ലൈവ് എൻ്റെ അരമണിക്കൂർ അത് എന്തോന്ന് അരമണിക്കൂർ ആളെ സമയമൊന്നും നീങ്ങണല്ലോ ഇത്ര സമയം നീ നീങ്ങാത്ത അവിടെ നിന്ന് സൂപ്പർ ചാറ്റ് വല്ല വന്നാ അവിടെ ഒരു ലൊട്ടേ വന്നില്ല മൊത്തം സീരിയസ്ലി എടാ ഇതെന്തൊരു സാധനം മൈക്കേ ലൊട്ടേ അല്ല മൈക്ക് ഓക്കെയാണ് കുഴപ്പമില്ല എടാ ഇറങ്ങാറായ അല്ല എടാ പിന്നെന്തിനീ വണ്ടി നിർത്തിയ എടാ ഒരു 2 സെക്കൻഡ് നേരത്തെ വണ്ടി നിർത്തില്ലായിരുന്നു നമുക്ക് എപ്പോഴത്തേക്ക് ഞാൻ വെച്ച് ഇറങ്ങാറായിരുന്നു എടാ നീ അടുത്തങ്ങനെ വല്ല എത്തൂടാ ഇതിനി നല്ല ടൈം എടുക്കൂ എടാ നമ്മൾ അങ്ങോട്ട് അങ്ങോട്ട് കയറത്തില്ല കേട്ടോ ഞാൻ എനിക്ക് കുറേ സ്ഥലങ്ങളുണ്ട് ഇതിനകത്ത് പോകണം കൂലി നൗനു അല്ല പാട്ടിൻ്റെ വരിയെന്ന് എനിക്കറിയാം എന്താ പാട്ടുകാരിയാണ് അവിടെ ചുമ്മാ അതിൻ്റെ അത് കയറിയിട്ടില്ല ലോട്ടെ പടം പോലും കണ്ടില്ല എപ്പോഴാണ് പാട്ടുകാരിയാണ് പോടാലോട്ടെ അടുത്ത് എന്തടാ മുത്ത ഇത് അനങ്ങളില്ല ഇത് എന്തരുത് എടാ
ഗൈസ് എടാ ഇത് അനങ്ങാത്ത ഓടാ സ്പീഡിൽ പോ ഓ എടാ ഏതായാലും സ്ഥലം അവന് മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട് കേട്ടാ മുത്തേ. മനസ്സിൻ്റെ അകത്ത് ഉറപ്പിച്ച് തീരുമാനിച്ചിട്ട് അത് ഇതാക്കിയിട്ടുണ്ട് കേട്ടാ. ഒരു തീരുമാനം മനസ്സിൻ്റെ അകത്ത് എടുത്തിട്ടുണ്ടേ. ഇനി അതിനെ മാറ്റാൻ പറയില്ലേ. അവൻ അത് എടുത്തുകൊണ്ട് എങ്ങോട്ടാ പൊയ്ക്കൊണ്ടിരിക്കണം കേട്ടോ. ആ തീരുമാനത്തിനെയും കൊണ്ട് എങ്ങോട്ടാ പൊയ്ക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ അതിനെ ഇതാക്കാൻ നിൽക്കണ്ട. ചെറുക്കൻ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും വാല പോകണമല്ല. ഒരു സ്ഥലം മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല അവൻ്റെ അടുത്ത് എവിടെ പോകണമെന്നൊന്നും ഒന്നും പറഞ്ഞിട്ടില്ലേ. നീ കളഞ്ഞ് ലോട്ട പറയല്ലേ മുത്ത. ഞാൻ ഇത് തന്നെ ഇത് തന്നെ ഓഫാക്കാൻ ഇട്ടേക്കണം. പിന്നെ ഇതിൻ്റെ അകത്ത് എനിക്ക് അവന്മാർ വല്ലതും പറഞ്ഞാൽ പോലും കാണത്തില്ല. അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് നോക്കട്ടെ. ഞാൻ സ്ഥലം ഒന്ന് നോക്കി വെച്ചാൽ കേട്ടോ. ഇവിടെയാണ് ഇത്. ഓക്കെ എനിക്ക് വേണം കുറച്ച് കൂടുതൽ ആൾക്കാർ ബസ്സിൽ കയറുന്നതാണ് എനിക്ക് തോന്നുന്നു കേട്ടോ. സീരിയസ്ലി നോക്കാം. അടുത്ത് എവിടെ പോകണത് ഇത്? എന്തായാലും നോക്കട്ടെ. എന്തായാലും നമ്മളിവിടെ തന്നെ ബസ്സിൽ കാണും. കുറച്ച് നേരം നോക്കാം. പാറേൻ്റെ എന്തൊരു സാധനം അവിടെ ഇറങ്ങാറായാടാ. ഇറങ്ങാറാടാ. വണ്ടി നിർത്തി ഇറങ്ങട്ടെ ഗൈസ് അവ ഇറങ്ങി കേട്ടോ. ഇത് ഏത് സ്ഥലവും ഇത് എന്തൊരു സംഭവം എടാ. ഇത് നമ്മൾ വന്നിട്ടുണ്ടാടാ ഗൈസ്. നോക്കട്ടെ. ഈ സ്ഥലം എന്തോ പുതിയ ഒരിടാടാ മുത്തേ. ഇതെന്തൊരു സാധനം അവിടെ നീ എടാ ഇരുമ്പിൻ്റെ ഇല അല്ല ഇത് ലൊട്ട സാധാ ഇല. എടുത്ത് എന്തൊരു ചെടി മുത്തേ? വാഴ പാറക്കിടയിൽ കിടന്ന് പരിണമിച്ചത് എടാ. എനിക്ക് മാത്രം കയറാൻ പറ്റില്ല ഇതിൻ്റെ ഒട്ടേൻ്റെ മുകളിലോട്ട്. കല്ലിൻ്റെ മുകളിൽ കയറാൻ പറ്റണില്ല എടാ. ഇതെന്ത് നമുക്കെന്ത് കയറാൻ പറ്റാത്ത? സ്പീഡിൽ ഓടണം ഇനി. അങ്ങനെയാണെങ്കിൽ പറ്റൂല, ഉറപ്പാണ്. ക്യാരക്ടർ നല്ല സ്പീഡുള്ള ഒരാളാണ്. അപ്പോൾ പിന്നെ പറഞ്ഞതിനേക്കാൾ സ്പീഡിൽ ഓടും എടാ. എൻ്റെ ക്യാരക്ടറിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് അറിയുമോ ഗൈസ്? ഉസൈൻ ബോൾട്ട് എൻ്റെ ക്യാരക്ടർ ഒരേ സ്പീഡാണ്. മനസ്സിലായില്ലേ? ഭയങ്കര സ്പീഡിലാണ് പോകണേ അവരെ ലോട്ട. കയറി ചേട്ടാ. അവിടെ ഈ സ്ഥലം കൊള്ളാം കേട്ടോ ഗൈസ്. കൊള്ളാം. ഇത് എനിക്ക് കുറച്ചുകൂടെ നോക്കാറുണ്ട് നോട്ടെ. ഈ സ്ഥലം അത്യാവശ്യം കൊള്ളാടാ കേട്ടാ. നൈസ്. അബ്ദു മുത്തേ നൈസ് കേട്ടോ സ്ഥലം. സൗണ്ട് ഒക്കെ അല്ലടാ. എന്തേലും മുത്തേ നമ്മൾ മലയുടെ കല്ലിൻ്റെ മോളിൽ കയറിട്ട് എന്തിനും നോക്കിക്കൊണ്ടിരിക്കണം. ആകാശം നോക്കിക്കൊണ്ടിരിക്കണം എടാ. എന്തേലും മുത്തേ എന്തിനും അടങ്ങാൻ ഇവിടെ സ്ഥലം എടാ. എന്തായാലും കൊള്ളാം കേട്ടോ. അത്യാവശ്യം എനിക്ക് വന്നിട്ടൊരു എല്ലാം അടിച്ചില്ല. നല്ല പ്ലേസ് കണ്ടാ മുത്തേ? എന്തരിത് കണ്ടാ? ഡബിൾ പ്ലേസ് ടാ. കൊള്ളാം. എടാ അതാരോട്ട് വട്ടം കറക്കിക്കൊണ്ടിരിക്കണം മുത്തേ. ഒരുത്തവിടെ കാറെടുത്തിട്ട് വട്ടം കറക്കിക്കൊണ്ടിരിക്കണം. നല്ല ഫോട്ടോ കിട്ടി ഗൈസ്. നല്ല ഫോട്ടോ കിട്ടി. പുഷപ്പ് ചലഞ്ച് എന്നാ എടാ. പുഷപ്പ് ചലഞ്ച് എന്ന് നമ്മളിപ്പോൾ എന്തായാലും വയ്ക്കാനില്ല എടാ. പുഷപ്പ് ചലഞ്ച് നമ്മൾ വച്ചിട്ട് എത്ര നാളായില്ലേ? പുഷപ്പ് ചലഞ്ചിൻ്റെ സീസൺ 3 വച്ചിട്ട് നമ്മൾ ഒരുപാട് ഇതായി. ഭയങ്കര ഒരു ടൈമായി നമ്മളത്. അതെനിക്ക് സമയം കിട്ടണേ. നല്ല ടൈം എടുക്കും. മനസ്സിലായില്ലേ എടാ? പുഷപ്പ് ചലഞ്ചിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഗൈസ്? ഞാനാണ് ഒഫീഷ്യലിൻ്റെ ആൾ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു സ്പോൺസറും ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ ഒഫീഷ്യൽ ചലഞ്ച് ആയിട്ടില്ല കേട്ടോ ഗൈസ്. പക്ഷേ സാലം മാറാം കേട്ടോ ഗൈസ്. ഇത് നോക്കിച്ചേണം കേട്ടോ. ഞാൻ ചിലപ്പോൾ ഇവിടെ വെച്ച് എന്തെങ്കിലും പറയത്തില്ല. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ചെറുക്കന്മാർ ഇത് അത്യാവശ്യം നൈസായിട്ടുണ്ട്. ചുമ്മാ ഒഫീഷ്യലാണെങ്കിൽ നമ്മൾ പറയുമല്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ് ഈ സ്ഥലം. എടാ പുഷപ്പ് ചലഞ്ച് വെച്ചാൽ എൻ്റെ കുറച്ച് സമയം വേണ്ടേ. നല്ല സമയം അതിനെടുക്കും. 1 മണിക്കൂറേ തീരൂല. അതറിയാമല്ലോ ഗൈസ്. 1 മണിക്കൂറേ തീരൂല. നിൽക്കൂല 1 മണിക്കൂറിൽ. എടാ ഇതെന്ത് സാധനം ഗൈസ്? ഇത് വെച്ച് ലെവനല്ലടാ സിഗ്മ ബോയിയുടെ പ്രത്യേക കഴിവാണ്. എല്ലാവരും കണ്ടോ? ചാറ്റിൽ എല്ലാവരും കൺമുന്നിലും സിഗ്മ ബോയിയുടെ കഴിവ് എക്സ്പോസ് ആയിട്ടുണ്ട്. ആകാശത്ത് കൈ ഇങ്ങനെ പൊക്കിയിട്ട് ഒരു കാല് മാത്രം ഇങ്ങനെ പൊക്കിയിട്ട് നിൽക്കാൻ പറ്റും. വലിയ മറ്റേ കുങ്ഫുക്കാരന്മാർ നിൽക്കൂലടാ മുത്തേ. കാല് പൊക്കിയിട്ട് ഹുയ് എന്ന് പറഞ്ഞിരിക്കണമല്ലോ. അതേപോലെ നിൽക്കുകയാണ് മുത്തേ. സിഗ്മ ബോയിയുടെ കഴിവാണ് കേട്ടോ. ആരും കൊതിക്കല്ലേ മുത്തേ. സിഗ്മ ബോയിയുടെ കഴിവാണ്. എൻ്റെ കൈ ഇങ്ങനെ പൊക്കിയിട്ട് ഒരു കാല് മാത്രം ഇങ്ങനെ പൊക്കും. എൻ്റെ മറ്റേ കാല് താത്തിയിടും. എന്നിട്ട് ഇങ്ങനെ ഒരു തിപ്പുണ്ട്. മനസ്സിലായില്ലേ? കണ്ടല്ലേ? ആരും കൊതിക്കല്ലേ മുത്തേ കേട്ടല്ലേ? കണ്ട കൺമുന്നിൽ കണ്ടോ? ഇതെന്തൊരു സാധനം ഇത് മുത്തേ? എന്തൊരു കവടി എടുത്താൽ നിൽക്കണം. എന്തൊക്കെയാണെന്നാണോ ഇത്? എന്തെടാ ഇതെന്തൊരു പരുന്ത് തവളെ പിടിക്കാൻ നിൽക്കണം. എന്തെടാ ഇത്?
എടാ എടാ ഒരു ഫോട്ടോ എടുത്തോ, എടാ എല്ലാവരും മാറാ ഒരു ഫോട്ടോ എടുത്തോടാ സിഗ്മ പോയിൻ്റെ. എല്ലാവരും എയറിലാണെന്നാ. എടാ ഇതല്ലടാ, ഇത് ഒരു ഒറിജിനൽ. എടാ ഗൈസ്, എടാ പരുന്ത് ആകാശത്ത് വെച്ചിട്ട് പറ്റിയ തവളെ ലക്ഷ്യം വെക്കൂല, അതേപോലെ പരുന്ത് തവളെ പിടിക്കാൻ നിൽക്കുന്നത്. എന്തൊരു ഇത്. ആ പോയി. കൊള്ളാം. എടാ ഞങ്ങോട്ട് നടന്നു കയറട്ട്. എന്ത് എടാ ഈ സ്ഥലം ഫുള്ള് ഞാൻ പോയിട്ട് ചുറ്റിക്കറങ്ങി കാണാൻ പോകണം. നിങ്ങൾ വന്നോ. സ്ഥലം കൊള്ളാം കേട്ടോ. എനിക്ക് തോന്നുന്നു അവിടെ നമ്മൾ അതിൻ്റെ മുകളിൽ കയറിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഗൈസ്. നമ്മൾ വേറെ വഴി വളഞ്ഞ് കയറിയാണ്, മനസ്സിലായി? വളഞ്ഞ് വന്നേണ് ഇപ്പം ഇങ്ങോട്ട് വന്നപ്പം. അതാണ് എനിക്ക് ഈ വിൻഡ് മില്ലനെ ഓർമ്മയുണ്ട്. വിൻഡ് മില്ലനെ ഇത് തുറക്കാൻ പറ്റൂല എടാ കയറാൻ പറ്റൂ? എന്തിലോട്ടാ? ഇല്ലടാ ഇല്ല ഓട്ട. ഓ എന്ത് ഓട്ട മൊത്തം ഇവിടെ നിഴലിൻ്റെ അല്ല ഇരുട്ടാണല്ലോ മൊത്തം. എന്ത് പറയട്ടെന്നാണ് ഇത്. എടാ എൻ്റെ വണ്ടി അങ്ങ് പണയെ കിടക്കണം. എനിക്ക് വേണം നമ്മൾ ഈ ഒരു റൂമിൽ ഇതുവരെ ഇറങ്ങിയില്ലല്ലേ. ഫസ്റ്റ് റൂമല്ലേ ഇത്, ഫസ്റ്റ് എവർ റൂം. എന്തൊരു സാധനം, എന്തൊരു കൊന്നക്കമ്പ വീട്ട്, എന്തൊരു സാധനം, ഇതൊരു സൂചിയാടേ. ഇതെന്തിലൂടെ കിടക്കണം നിഴല് കൈസ്? ഇത് കണ്ടാ? എടാ എന്തെങ്കിലും ഒട്ടേടാ അതൊക്കെ. എടാ എന്തെല്ലാം നമ്മൾ കാണണോടാ മുത്തേ, സീരിയസ്ലി മുത്തേ. എടാ നീ ഒന്ന് ഓടുകൂടാ, ഓടടാ നീ ഓട്. നിൻ്റെ എന്തിരുന്ന് ഇതാരാ എൻ്റെ കൂടെ കാർ കയറി വരണേ? എടാ KL 0777 മുത്തേ സൂയി മുത്തേ 7777 മുത്തേ സൂയി മുത്തേ സീരിയസ്ലി മുത്തേ. അറ കൈയിട്ട് ഇങ്ങനെ ആയിക്കൊണ്ടിരണേ. ഇങ്ങനെ ഒരുത്തൻ കൈയിട്ടാക്കണം, ഒരുത്തൻ വെച്ച് മറ്റേ വേറെന്തര സാധനം എടുത്ത് കാണിക്കുന്നു മുത്തേ. ശേച്ചാൽ കൊള്ളാമില്ലടാ ഗൈസ്. ഇവിടെ നിന്ന് നോക്കാൻ ഇത് കണ്ട ആകാശം കണ്ട ഗൈസ്. എടാ ഗൈസ് ആകാശം കണ്ടാ ഗൈസ്? ആകാശം എന്താ പെട്ടെന്നൊരു ഡിഫറൻസ് അടിച്ച പോലെ. കൊള്ളാം. ചാറ്റക പിന്നെ ചാറ്റക പിന്നെ നോക്കാം. അവിടെ വലിയ ഇതായിരിക്കാം. പിന്നെ ഇത് ഇവിടെ നോക്കണ്ടേ, ഇവിടെ ശ്രദ്ധിക്കണ്ടേ മുത്തേ. ഞാൻ ചാറ്റ് വായിക്കാനല്ലേ വിടണ. അങ്ങനെ ഒരു കാര്യം ചെയ്യാം, ചാറ്റ് മാത്രം മറ്റേ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് വായിച്ചുകൊണ്ടിരിക്കുക, ഗെയിം കളിക്കണ്ട. കൊള്ളാല്ലടാ ഇതെന്തിരിത്? എടാ പൊളപ്പം സ്ഥലം കേട്ടല്ലോ, പറയാണ്ടിരിക്കാം കേട്ടാ മുത്തേ. എന്താ നീ കരയണം നീ? എടാ ഇതെന്തരടാ നിങ്ങളെല്ലാം കരച്ചില്ല, നിങ്ങൾക്ക് കരഞ്ഞോ? എടാ ഈ കണ്ണീർ മഴ, ചന്ദന മഴ ഇതൊക്കെ കാണുമാരാണ് എൻ്റെ ഇതിൽ കയറി വരണം. നിങ്ങൾ എന്താ കരയണത്? എടാ ഞാൻ എപ്പോഴെങ്കിലും ഈ ലൊട്ട എടുത്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കരയണ ഇമോജി? അപൂർവമായിട്ട് വല്ലപ്പോഴും. ഇത് എപ്പോൾ റൂമിൽ കയറിയാലും ഇവനെങ്കിലും കരയും. ഇതറ അവിടെ കൂടെ പറഞ്ഞ വയസ്സ് കൊള്ളാം കേട്ടാ. ഈ സ്ഥലമൊക്കെ കൊള്ളാം കേട്ടാ. നമ്മളങ്ങനെ അധികം വന്നിട്ടില്ലടാ, സത്യം പറയാല്ല. വന്നിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ അധികം ഒരുപാട് നമ്മൾ വരൂല, അങ്ങനെ വന്നിട്ടില്ല. ചേട്ടാ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ലൈക്കിട് മൊത്തം ലൈക്കിട്. എടാ എൻ്റെ പൊന്നോ മുത്ത, ഇതിനേക്കാളും ഡബിൾ കാര്യം നടക്കാനില്ല മുത്ത. ഞാൻ ഇവിടെ കൂടെ ചുമ്മാ ക്യാഷ്വലായിട്ട് നടന്നപ്പം മാജിക് നടന്നു. എന്ത് നടന്നു? മാജിക് നടന്നു. അവൻ ഞാൻ അവിടെ നിന്ന് ഇങ്ങ് വന്ന്, ഞാൻ എവിടെ നിന്ന് അങ്ങ് വന്ന് ഇവിടെ നിന്ന് ഇവിടെ ഇങ്ങോട്ട് എവിടെ നിന്നാ ഞാൻ ഇവിടെ വന്നു. മാജിക് നടന്നു. എന്തിനേ മജീഷ്യൻ? എടാ പോടാ നിൻ്റെ പോ നീ വേൾട്ടൻ്റെ.
ഇതാരാ എൻ്റെ പിന്നാലെ? ഇതെൻ്റെ വണ്ടി. എൻ്റെ വണ്ടി എന്നെ കാത്ത് കിടക്കണം കേട്ടോ, അതാണ് സ്നേഹം. എടാ ഫുവലോ വല്ലോ അടിക്കണം മുത്തേ. ഇതെന്ത് ഇറങ്ങിയാലേ നെക്സ്റ്റ് റൂം പോയാലേ? ഓടാ വള്ളിച്ചെടി ലോട്ടെ വന്നി എൻ്റെ വള്ളിച്ചെടി നില ഓടിച്ച് ഞാൻ എടുത്ത് എറിയും. പോടാ നീ വള്ളിച്ചെടി പാരട്ടെ അതിൻ്റെ മോനെ ലോട്ട. നേരെ പോ എന്നിട്ട് വളയ്ക്കാം, എന്നിട്ട് തിരിക്കാം. അതിനല്ലടാ വണ്ടി. പിന്നെ എന്തിനാണ് നോക്കിക്കൊണ്ടിരിക്കാനാ വണ്ടി? വളയ്ക്കും തിരിക്കും, അത് തന്നെ. എന്തിനു പറഞ്ഞ കാര്യങ്ങൾ? എടാ മുത്തേ അധികമായിട്ട് വളഞ്ഞു പോയി. ശ്രദ്ധ എരിഞ്ഞാൽ ഇങ്ങനെ അധികമായിട്ടും വളയും, പിന്നെ അത് സീനാവും. പറഞ്ഞില്ലെന്ന് കേട്ടല്ലേ. എടാ വലിയൊരു വള്ളിച്ചെടി. നേരത്തെ കണ്ട വള്ളിച്ചെടിയുടെ തന്തയായിരിക്കും. ഇതാറേ ഇവിടെ എടാ നീ മുത്തേ ഇങ്ങനെയാണ് അപകടങ്ങൾ ഉണ്ടാവണം. ഇത് എന്തിനാ നിനക്ക് ശ്രദ്ധയില്ലടാ, നിനക്ക് ഇത് ബുദ്ധിയില്ല, നീ എന്തിനു കാണിക്കണം? എന്തിനായിരുന്നത്? ഞാൻ മര്യാദയ്ക്ക് വരുമല്ലായിരുന്നാ? ഇതൊക്കെ ആരാ? ഞാൻ മര്യാദയ്ക്ക് നല്ല നിയമങ്ങൾ, റോഡിൽ നിയമങ്ങൾ പാലിച്ച് വന്നൊരുത്തനാണ് കേട്ടാ. ഇതാണ് സംഭവം. കണ്ട ഒഴിഞ്ഞു മാറുന്നെങ്കിൽ എൻ്റെ വണ്ടി അവിടെ കിടന്നൊരു മറ്റേ ഓട്ടാ പോസ്റ്റ് കയറി അടിച്ചത്. എന്തിനാണ് നടക്കണം? കളിക്കാനാണ് അവസ്ഥ എല്ലാവരും കൂടെ കയറിയിട്ട്. ഒരു കോമഡി ഷോ എല്ലാവരും കിടന്ന് കളിക്കാൻ എൻ്റെ അകത്ത്. മര്യാദ ഇവിടെ നിന്ന് അത് കൊള്ളായിരുന്നു കേട്ടോ. സിനിമയിൽ പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. സിനിമയിൽ വണ്ടി തിരിഞ്ഞു മറിഞ്ഞു വരൂല്ല, അതേപോലെ ഉണ്ടായിരുന്നു. എന്തൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞതാണ് എന്തായാലും കൊള്ളാം. ഇതെന്തിനും ഞാൻ ട്രാഫിക്കിൽ. ഇതാണ് ഞാൻ പറയുന്നത്, ശ്രദ്ധ തിരിയാൻ പാടില്ല. മനസ്സിലായില്ലടാ? ശ്രദ്ധ തിരിഞ്ഞാൽ ഇതേപോലെ നമ്മളെ കയ്യിൽ നിന്ന് പോകും. ഒരു സെക്കൻഡ് മതി, പക്ഷേ ശ്രദ്ധ തിരിഞ്ഞാൽ മുത്തേ ആ സെക്കൻഡിന് വലിയ വില കൊടുക്കേണ്ടി വരും മുത്തേ. ലൊട്ട അടിക്കും മുത്തേ. ഗെയിമിൽ ലൊട്ട വണ്ടി ഇടിക്കും, ഗെയിമിൽ വണ്ടി ഇടിച്ച് ലൊട്ട അടിക്കും. മനസ്സിലായി? അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ വളച്ച് കയറ്റിയാണ്, മനസ്സിലായില്ലേ? വളച്ച് കയറ്റിയാണ്. ഞാട്ട് എടാ ഇതെന്തായാലും കാലിൻ്റെ പാരട്ട, കാല് പാരട്ട, കാലിൻ്റെ ഒട്ട ഓന്നി കാലിൻ്റെ പന്ന. അവിടെ ഞാൻ ചുമ്മാ അവിടെ ഇവിടെ ആയിട്ട് വണ്ടിയുടെ ഓടിച്ച് കളിക്കട്ടോ. അത് തന്നെ എന്തായാലും എവിടെ എത്തുമ്പോൾ വേൾഡൻ്റെ അടിക്കുമല്ലോ. അയ്യോ പോയി. ഇതെന്താ എടാ നമ്മൾ അവിടെ എങ്ങനെ ഗസ് ചെയ്യാൻ പറ്റും? ഞാൻ എന്തിന് മാജിക്ക് കളിക്കണേ ആൾക്കാരാ? പെട്ടെന്ന് അവിടെ ഒരു അപ്രതീക്ഷിത കുഴി വന്ന്. ഇത് എൻ്റെ കുറ്റമാണോ? ഞാൻ വിചാരിച്ച് സ്ട്രൈറ്റ് റോഡാണെന്ന്. എനിക്കങ്ങനെ അറിയാതെ കുഴി ഉണ്ടെന്ന് അവിടെ ഞാൻ പോയിട്ടുണ്ടോ അവിടെ കിടന്ന്? ഇതിപ്പോൾ എവിടെ എത്തിയ കേട്ടോ? ഇതൊക്കെ ഏത് സ്ഥലം ഇതൊക്കെ? ഓടാ പിടിച്ചാനിപ്പം. എടാ ഈ വണ്ടി പൊളപ്പം വണ്ടി ഏട്ടാ മുത്തേ. എനിക്ക് പറയാണ്ടിരിക്കാം ഏട്ടാ മുത്തേ. സീൻ സാധനം. ഇത് നൈസായാലാണ് കേട്ടോ. നമ്മളന്ന് വന്നതാണ് കേട്ടാ. പാട്ട് മുത്തേ. ഈ വണ്ടി ഭയങ്കര ചേട്ടാ. ഇത് ഉദ്ദേശം ഒരു റിയൽ വണ്ടി ഓടിക്കുന്ന ഫീലും കിട്ടണുണ്ട് അവർ. ഉത്തേട് സാധനം കിട്ടണം കേട്ടോ എനിക്ക് കേട്ടാ. കൊള്ളാം. വളയടാ വണ്ടി. എന്തൊരു സാധനോടാ ഇവിടെ? കുഴിയല്ല, തുരങ്കം, ടണാല്. ടണാല് പോടാ. ഇത് കൊള്ളാം. എനിക്കൊരു എന്തോ കേട്ടോ ഇതടിച്ച് ഇതടിച്ച് കേട്ടോ മുത്തേ. എങ്ങോട്ട് കാരണ? ഇതെന്തൊക്കെ ഏത് സ്ഥലം എന്തോ കേട്ടോ സീരിയസ്ലി. ഒടാ വള്ളിച്ചെടി പരട്ടെ. നീ മാറി വഴി കയറിക്കണ നീ. ഇതൊക്കെ എടാ ഇവനൊക്കെ തലയെ കൂടെ ചാടണാടാ വണ്ടിയും കൊണ്ടത്. എന്തടാ അടുത്തിപ്പോൾ ഓഫ് റോഡ് പോയ പോലെ ഉണ്ടല്ലേ ഗായ്സ്? സീരിയസ്ലി ഓഫ് റോഡ് പോയ പോലെ ഉണ്ട് കേട്ടോ. എടാ പക്ഷെ കൊള്ളാം കേട്ടോ. ഈ വണ്ടി പൊളപ്പ വണ്ടി തന്നെ. വേൾഡ് എൻഡ് കാർഡ് അല്ലേ ഓടാ നിൻ്റെ. നിങ്ങൾ ഇത്രയും കാര്യം ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച
ഇതൊക്കെ ഇവിടെ നടക്കണം. ഇത്രയും കാര്യങ്ങളുടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ബുദ്ധിയുള്ളമാര് ശ്രദ്ധിക്കുക, മനസ്സിലായ? എടാ വേൾഡിൻ്റെ അടിക്കല അവരുടെ അല്ല ഒന്നുമില്ല. ഇത്രയും ഇടി ഈ വണ്ടി ഇടിച്ച്, ഇത്രയും ഇടി കണ്ട, ഈ ഫ്രണ്ടൊന്നും ഇനി ഇല്ല. ആ ഒരു അവസ്ഥയിൽ ഈ വണ്ടി ഇടിച്ച്. ഇതിൻ്റെ സൈഡ് നോക്ക്, ചെളി, മണ്ണ്, ഇടി, പൊടി, ലോട്ട മൊത്തത്തിൽ ഒരു അവസ്ഥയിലിരിക്കുകയാണ് ഈ വണ്ടി, മനസ്സിലായില്ലേ? എന്നിട്ട് പോലും ഇതിൻ്റെ എൻജിനൊരു പ്രശ്നമൊന്നുമില്ല. കാർ മനസ്സിലായില്ലടാ. ഇതിപ്പോൾ എന്തെങ്കിലും ഡ്യൂറബിലിറ്റി ടെസ്റ്റ് നടത്തിയ പോലെ ഉണ്ടല്ലേ ഗൈസ്? ഡ്യൂറബിലിറ്റി ടെസ്റ്റ് നടത്തിയ പോലെ ഉണ്ട് കേട്ടോ, സത്യം പറയാനില്ല. ഇപ്പോൾ ഡ്യൂറബിലിറ്റി ടെസ്റ്റ് നടത്തിയ പോലെ ഉണ്ട് കേട്ടോ. അങ്ങനെ എന്തെങ്കിലും നടത്തൂലേ മുത്തേ? അതേപോലെ എന്തെങ്കിലും ഉണ്ടെന്ന് കേട്ടോ. ഇത്രയും കൊള്ളാം കേട്ടോ ഗൈസ്, സീരിയസ്ലി. ചാറ്റോ കേട്ടോ, കുറേ ചാറ്റോ കിട്ടും. അതിനെ ചാറ്റോ ഗൈസ്, അവിടെ കുറച്ച് ഇവിടെ നിൽക്കുക. അത് തന്നെ കൊള്ളാം കേട്ടോ. താൻ ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ വണ്ടി കൊണ്ടിങ്ങനെ. ഈ ഒരു ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിലടാ ചരുന്നവിടെ നൈസ് സിവിക്ക് റിവീലിംഗ്. അവിടെ റിവീലിംഗ് ഒക്കെ പിന്നെ മുത്തേ ഈയിടെയായിട്ട് സിവിക്കിൻ്റെ ഒരു മേളമാണല്ലോ. ഇടയായിട്ട് സിവിക്ക് മീറ്റ് റിവീല് കുറച്ചായിട്ട് പിന്നെ നോക്കട്ടെ. അവിടെ അത്യാവശ്യം സ്മൂത്ത് ആയിരുന്നു കേട്ടോ. എന്താ നല്ലൊരു ദിവസം പോലെ കേട്ടോ. അത്യാവശ്യം എന്നുവെച്ചാൽ അങ്ങനല്ല, സ്മൂത്ത് ഉണ്ട്, ഗെയിമിൽ സ്മൂത്ത് ഉണ്ട് അത്യാവശ്യം. ഓക്കെ ഉണ്ട്, കൊള്ളാം, മനസ്സിലായിട്ടാ ഗൈസ്. ടുഡേ എനി സൂപ്പർ ചാറ്റ് ഗൈസ്? സീരിയസ്ലി നോ, ടുഡേ നോ സൂപ്പർ ചാറ്റ് കാണാനില്ല. ബോയ് ഡാർക്ക് ഫോളോ മീ ബ്രോ ഗോസ്റ്റ് എന്നാ? ബോയ് ഡാർക്ക് ഫോളോ മീ ഗോസ്റ്റ് എന്നാടാ? ഇവിടെ ഉള്ളവനാണോ? അല്ല ഗൈസ്, ഇവിടെ ഉള്ളതല്ല. എടാ ബോയ് ഡാർക്ക് മച്ചാനെ നിന്നെ അടുത്ത് ഫോളോ ചെയ്യാൻ. എടാ മുഹമ്മദ് പറഞ്ഞ് നിന്നെ അടുത്ത് അവനെ ഫോളോ ചെയ്യാൻ കേട്ടാ ഗൈസ്. അല്ല എൻ്റെ അടുത്തല്ല, അവൻ്റെ അടുത്ത്. എടാ നമുക്ക് അങ്ങോട്ട് പോവാം. അതേനെ മാറാ അങ്ങോട്ട്. എടാ ബസ്സിൽ കയറാൻ വയ്യ പിന്നെ. എടാ ശ്രദ്ധിക്കുള്ളൂ വിചാരിച്ചടാ. നീ ശ്രദ്ധിക്കുള്ളൂ വിചാരിച്ചാ? നീ ശ്രദ്ധിക്കുള്ളൂ വിചാരിച്ചാ? എന്തായാലും ശ്രദ്ധിക്കുമല്ലോ വിചാരിച്ചല്ലേ നീ? ഗ്രാഫിക്സ് ഈ പാപ്പാജി ഗ്രാഫിക്സ് കാ പാപ്പാജി, ഗുഡ് ഗ്രാഫിക്സ് കാ പാപ്പാജി ലോട്ടെ. അയ്യ അവൻ്റെ ലോട്ട പോടാ. നീ പോ. അയ്യ എടാ ഇത് എന്ത് കഷ്ടമാണ് എൻ്റെ പൊന്നിലാകെ. വള്ളിച്ചെടീൻ്റെ അവരാധിക്കലും അതിനിടെ കൂടെ ലോട്ട. ഗൈസ് നെക്സ്റ്റ് റൂം പോയാലാ? ഇതിൽ നമ്മൾ കുറച്ചാൽ നിന്നില്ലടാ ഗൈസ്. നമുക്ക് നെക്സ്റ്റ് റൂം പോടാ. എനിക്ക് അങ്ങനെ തോന്നുന്നു പെട്ടെന്ന്. കൊള്ളാം. എടാ ഞാൻ പോണു ഗൈസ്, നെക്സ്റ്റ് റൂം ഞാൻ പോകാൻ പോണു. എല്ലാവരും വന്നു. അവിടെ കൂടെ ഇത് കൊള്ളാം കേട്ടോ. ഇന്നത്തെ റൂം കൊള്ളായിരുന്നു. ഈ ഒരു റൂം നൈസായിരുന്നു. എന്തായാലും ഞാൻ ഇറങ്ങട്ടെ.